ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത കേരളത്തിലെ ദേശീയ പണിമുടക്കിന് ഇന്ന് അർദ്ധരാത്രി തുടക്കമാകുകയാണ്. 24 മണിക്കൂർ നീളുന്ന പണിമുടക്ക് ഹർത്താലിന് സമാനമായി മാറ്റാനാണ് ഇടത് സംഘടനകളുടെ നീക്കം. BMS അടക്കമുള്ള വലിയ ട്രേഡ് യൂണിയനുകൾ വിട്ടുനിൽക്കുന്നതിനാൽ കേരളത്തിന് പുറത്ത് പണിമുടക്കിന് പ്രസക്തിയില്ല. അതേസമയം കേരളത്തിൽ പ്രത്യേകം പണിമുടക്കി ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇരട്ടിയാക്കാൻ INTUCയും രംഗത്തുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനും ചേരും. ആദ്യം ശിവദാസിലേക്കാണ്. ശിവദാസ്, 24 മണിക്കൂർ പണിമുടക്കിനാണ് ആഹ്വാനം നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നേരിടാനുള്ള ക്രമീകരണങ്ങൾ? എന്താണ് വിവരങ്ങൾ? നീലമ, ഇന്ന് അർദ്ധരാത്രി മുതലാണ് ദേശീയ പണിമുടക്ക് ആരംഭിക്കുക. സംയുക്ത ട്രേഡ് യൂണിയനാണ് ഇത്തരത്തിൽ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ, അതായത് ഇന്ന് 12 മണി മുതൽ നാളെ വ്യാഴാഴ്ച 12 മണി വരെയാണ് ഈ ഒരു ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു ദേശീയ പണിമുടക്ക് എന്നാണ് നമുക്ക് സംയുക്ത ട്രേഡ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കേരളം സ്തംഭിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ CITU നേതാവ് കൂടിയായിട്ടുള്ള എളമരം കരീം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ദേശീയ പണിമുടക്കിന് പിന്തുണ അറിയിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് കേരളത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഹർത്താലായി മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് BMS അടക്കമുള്ള ചില സംഘടനകൾ ഈ ഒരു പണിമുടക്കിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു സ്തംഭനത്തിലേക്ക് എത്തില്ല. മിക്ക സംസ്ഥാനങ്ങളിലും ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദേശീയ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയിരുന്നു. പക്ഷേ അത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. സാധാരണ പോലെ തന്നെയായിരുന്നു മറ്റു സംസ്ഥാനങ്ങൾ. പക്ഷേ കേരളത്തിൽ അത് ബാധിച്ചിരുന്നു. പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ പല ഇടങ്ങളിലും അത്യാവശ്യ സർവീസുകൾ നടത്തുന്ന ആളുകൾ ജോലിക്ക് വന്നിരുന്നു. പക്ഷേ അവിടെയൊക്കെ സംഘർഷം ഉണ്ടാക്കാനായിരുന്നു ഇത്തരം ഹർത്താൽ അനുകൂലികൾ ശ്രമിച്ചിരുന്നത്, അല്ലെങ്കിൽ ദേശീയ പണിമുടക്കിനെ അനുകൂലിക്കുന്നവർ ശ്രമിച്ചിരുന്നത്. ഇത്തവണയും അത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു ഇട ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ രീതിയിലുള്ള ചില പ്രസ്താവനകൾ ഒക്കെയാണ് ഈ ഒരു CITU അടക്കമുള്ള സംഘടനാ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോലിക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായ സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് DGPക്ക് അടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകിയിട്ടുണ്ട്. BMS അടക്കമുള്ള ചില സംഘടനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ജോലിക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇവരെയൊക്കെ തടയാനുള്ള ഒരു നീക്കവും ഉണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ, അതിനെതിരെയാണ് ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയനുകൾ 10ഓളം ട്രേഡ് യൂണിയനുകൾ ചേർന്നാണ് ഇത്തരത്തിൽ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലേബർ കോഡ് അടക്കമുള്ള ചില വിഷയങ്ങൾ അത് തൊഴിലാളികളെ ബാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഇത് ശക്തമായ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കും എന്നുള്ള ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ ഇതിനൊന്നും വലിയ വില പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം BMS ആണ് ദേശീയ തലത്തിൽ ഏറ്റവും വലിയ സംഘടന. ഈ BMS ഈ ഒരു ദേശീയ പണിമുടക്കിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന പല സംഘടനകളും, ഈ 10ഓളം സംഘടനകൾ എന്ന് പറയുമ്പോൾ ആ സംഘടനകൾക്കൊന്നും തന്നെ ദേശീയ തലത്തിൽ ഒരു പ്രാധാന്യവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം ശക്തിയില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഈ ഒരു ദേശീയ പണിമുടക്ക് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻപും ഇത്തരത്തിൽ ദേശീയ പണിമുടക്ക് നടക്കുമ്പോഴൊക്കെ നമ്മൾ അത് കണ്ടതാണ്. ദേശീയ പണിമുടക്ക് ആണ് എന്ന് പറയുമ്പോൾ പോലും അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനും കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഈ IT മേഖലയിലടക്കം തൊഴിൽ സ്തംഭനം നടത്തിക്കൊണ്ടാണ് ഈ പണിമുടക്ക് നടത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് കൊച്ചിയിലെ ക്രമീകരണങ്ങൾ? ഈ പണിമുടക്ക് നേരിടാനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ആയിട്ടുള്ളത്? തീർച്ചയായിട്ടും കൊച്ചിയെ പോലുള്ള ഒരിടത്ത്, എറണാകുളം പോലുള്ള ജില്ലയിൽ പണിമുടക്കുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനം എന്നൊക്കെ കൊച്ചി വിശേഷിപ്പിക്കാം. പല മേഖലകളിലായി ഏറ്റവും രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടമാണ് കൊച്ചി. കയറ്റുമതി അടക്കമുള്ള മേഖലകൾ, അതുപോലെ തന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകൾ, ഒപ്പം തന്നെ മറ്റ് IT ഹബ്ബാണ് കൊച്ചി. അത്തരത്തിൽ ഏറെ പ്രധാനപ്പെട്ട
ഒരിടമാണ് കൊച്ചി. ഏതാണ്ട് നമ്മുടെ ഒരു കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു സമ്പൂർണ്ണ പണിമുടക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 900 കോടി മുതൽ 1500 കോടി രൂപ വരെ എന്നാണ്. രാജ്യത്തിൻ്റെ കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ അത് 25,000 കോടി മുതൽ 35,000 കോടി വരെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ടുള്ള നഷ്ടമുണ്ടാക്കും എന്നാണ് കരുതുന്നത്. അത്തരത്തിൽ ഇപ്പോൾ BMS അടക്കമുള്ള സംഘടനകളും മറ്റു പലരും ഇതൊരു അനാവശ്യ പണിമുടക്കാണ് എന്ന് ആരോപിച്ച് മുന്നോട്ട് വരികയും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് പുതുതലമുറയൊക്കെ ഈ പണിമുടക്കിനെല്ലാം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ്. അത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നാളെ കേരളം ഒരുപക്ഷെ കേരളത്തിലെങ്കിലും ഈ ഒരു പണിമുടക്ക് വലിയ രീതിയിൽ വിജയമാക്കാനുള്ള ഒരു ശ്രമം ഇടത് സംഘടനകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. നമുക്ക് ചില ആളുകളുടെ അടക്കമുള്ള പ്രതികരണത്തിലേക്ക് പോവാം. ചേട്ടാ, നാളത്തെ പണിമുടക്ക് അറിഞ്ഞായിരുന്നു? എന്താണ് പണിമുടക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല, വേറെ എന്താ കാര്യം? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നല്ല മറ്റുള്ള കാര്യങ്ങളൊന്നും. ചേട്ടൻ എന്താ ജോലി? എന്ത് ജോലി? ഞാൻ ഈ ഉത്സവ പറമ്പിലെ കച്ചവടത്തിന് പോണതാണ്. ഉത്സവ സീസണിൽ കച്ചവടങ്ങളിലാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളത്തെ എന്തായാലും നടക്കില്ലല്ലോ. യാത്ര ചെയ്യാനായിട്ട് ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത്ര ദൂരം വരാൻ കഴിയില്ല. ഒരു ദിവസത്തെ ഈ പണി ഒരു മുടക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എങ്ങനെയാണ്? നിങ്ങളൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ ദിവസത്തിലെ കൂലി അടക്കമല്ലേ ജീവിക്കുന്നത്? ദിവസക്കൂലിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ദിവസം കൂലി ചെയ്യുമ്പോൾ നമുക്ക് യാത്രാ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു കട അടയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഫാബ്രിക്സിൻ്റെ ഒരു സ്റ്റീൽ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അടയ്ക്കാൻ പോവുകയാണോ? അതെ, അടയ്ക്കാൻ പോകും. ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളെ തുറക്കാൻ കഴിയില്ലല്ലോ. നാളെ തുറക്കാൻ കഴിയില്ല. ഇപ്പം ഈ കുറച്ച് നേരമുള്ളൂ ഇത് തന്നെ ഞങ്ങൾ അറിഞ്ഞിട്ട്. നമുക്കിപ്പോൾ ഓരോ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴേ ഓരോരുത്തർ എന്താണ് ഹർത്താൽ ഹിന്ദിക്കാർക്കൊന്നും അറിഞ്ഞൂടല്ലോ. അവരും ചോദിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പം തന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, കച്ചവടമില്ല, ആകെ തവിടുപൊടിയായിരിക്കുന്ന സമയം. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത് എന്തിനു വേണ്ടിയിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്തിനാണെന്ന് എന്തിനാണ് നാളെ കട പൂട്ടാൻ പോകുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആരെങ്കിലും അല്ല, ഇത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ ലേബർ കോർട്ട് അങ്ങനെയുള്ള ഒരു ഇതിൻ്റെ ആ ഒരു വ്യവസ്ഥിതിക്ക് എതിരെയാണ് ഇവർ ചെയ്യണതെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോഴത്തെ ഈ സമീപകാലത്തുള്ള എല്ലാ ഈ തൊഴിലാളികൾക്കുള്ള എല്ലാത്തിനും അവർക്ക് അനുകൂലമായ എല്ലാ നടപടികളും ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലേബർ കോഡും ലേബർ കോടതിയും എല്ലാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളെ പോലുള്ള സാധാരണ മനുഷ്യർ മനസ്സിലാക്കണം എന്താ, നമ്മളെ ബുദ്ധിമുട്ടിക്കുക, പിന്നെ കേന്ദ്ര ഭരണത്തിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അതൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലായി. എന്തായാലും ഇവിടെ സർവ്വമാന ആൾക്കാർക്കും തലവേദനയുണ്ട്. ഒരാൾക്കും ഒരു പ്രയോജനമില്ല. പൊതുജനങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണല്ലോ കാലാകാലങ്ങളായിട്ട് മാറി വന്ന ഓരോ ഭരണ സംവിധാനങ്ങളും പെരുമാറേണ്ടത്. എങ്ങനെയാണ് ഇത്? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങളോട് ചോദിക്കും, എന്തെങ്കിലും ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടോ? ഇല്ല, ഒരു പ്രയോജനമില്ല ആർക്കും. ഇപ്പം നമ്മൾ സംസാരിച്ച പല ആൾക്കാരും പറയണത് എന്താണെന്നറിയോ? ഇത് ഇവന്മാരുടെ അടവാണ്, ഇവന്മാരുടെ തട്ടിപ്പാണ്, ഇതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു ദിവസം ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ ഇത് മുഴുവൻ എടുത്ത്, നിങ്ങൾ കണ്ട ഇത് മുഴുവൻ എടുത്ത് അകത്ത് വെക്കണം, രാവിലെ എടുത്ത് പുറത്ത് വെക്കണം. 1000, 500, 200 രൂപയൊക്കെ കിട്ടണത് അതൊരു ദിവസം ഇല്ലാണ്ടായാൽ നമ്മൾ ലോൺ എടുത്തേക്കണത്, ചിട്ടി വിളിച്ചേക്കണത്, ഇതൊന്നും ഒരൊറ്റ കച്ചവടക്കാർക്ക് അടയ്ക്കാൻ പറ്റൂലത്. ഇതിപ്പോൾ ഈ തട്ടിപ്പിനെതിരെ, ഈ ഹർത്താലിനെതിരെ ശബ്ദിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. ഒരുപക്ഷെ അവരൊരു അക്രമത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയും അങ്ങനെ ഭയം. അതുകൊണ്ട് മാത്രമല്ല ഈ ഹർത്താൽ കുറേ നാളായിട്ട് ഇവിടെ ഇല്ല. ഈ ഹർത്താൽ എന്തുകൊണ്ട് ഇവിടെ വിജയിക്കണേ? ചില രാഷ്ട്രീയ പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയവും അവർ പൊതുജനങ്ങളെ തുറന്നാൽ അവരോട് ഉള്ള സമീപനം വളരെ ക്രൂരമായിരിക്കാം. ചിലപ്പോൾ ഒരു ചില്ല് തല്ലിപ്പൊട്ടിച്ചളഞ്ഞ് നമുക്ക് 10,000 രൂപ പോകും. ആ 5,000 രൂപ കിട്ടണമെങ്കിൽ ഒരു മാസം ഇവിടെ കിടന്ന് കടകാല് തരണം ആൾക്കാർ. ഞാൻ മാത്രമല്ല, സർവ്വമാന കച്ചവടക്കാരുടെ. പക്ഷേ ആൾക്കാരിത് പുറത്ത് പറയാൻ പേടിക്കും. എല്ലാവർക്കും ഭയമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു അവർ എങ്ങനെ എന്നെ കാണും, എൻ്റെ കടയിൽ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. പക്ഷേ ഇത് എല്ലാവരുടെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പലരോടും ചോദിച്ചപ്പോൾ പലരും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത പല മറുപടികളാണ് പലരും പറഞ്ഞത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആളുകളെല്ലാം തന്നെ വളരെ നിസ്സഹായതയാണ്. ഒരു സ്ത്രീ സംരംഭക ഇവിടെ ഉണ്ട് തോന്നുന്നു. ചേച്ചി, നാളെ ഹർത്താലാണ്, അറിഞ്ഞായിരുന്നോ? എല്ലാവരും പറയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്താണ്, കട അടയ്ക്കാൻ പോവുകയാണോ? അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ റോട്ടിലുണ്ടാവില്ല, എല്ലാ കടകളും അടയ്ക്കുന്നു എന്ന് പറയുന്നു, നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എന്താണ് ഈ ഹർത്താലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തിനാണ് ഹർത്താൽ എന്ന് എങ്ങനെ അറിയാം? എന്തിനാണ് ഹർത്താൽ എന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പഴയതുപോലെ നമ്മുടെ ബന്ധമൊക്കെ ഉണ്ടായിരുന്ന പോലെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു എന്താ പറയുക അവയർനെസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. നാളെ ഹർത്താലല്ല, പണിമുടക്കാണ്. ഈ പണിമുടക്ക് കൊണ്ടുള്ളൊരു സമര രീതിയെ കുറിച്ച് എന്താണ്? പ്രത്യേകിച്ച് ഒരു സ്ത്രീ സംരംഭ ചേച്ചിയുടെ കടയാണോ അത്?
ഒരു സ്ത്രീ സംരംഭകയാണ്. ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ ഈ വിപണി രംഗത്ത് ഇങ്ങനെ ഇറങ്ങി ബിസിനസ് രംഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം പണിമുടക്കിനോടുള്ള ഈ സമരമാർഗത്തിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? അതെനിക്ക് തോന്നുന്നത് അതൊരു പഴയ രീതിയിലുള്ള എന്താ പറയുക രീതിയാണത് ചെയ്യുന്നത്. കാരണം ഒരു ദിവസം പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പൈസ ഇല്ല എന്നാണ് എന്താ ജോലിക്കാരുടെയും നമ്മുടെയും എല്ലാം ആ ഒരു രീതി അത് തന്നെയാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലേന്നുള്ളതൊന്നും ഇതുവരെ എനിക്കറിയില്ല. ഇത് വെച്ച് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു പണിമുടക്ക് നടത്തിയോണ്ട് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നുള്ള അതിന് ഇന്നത്തെ കാലത്ത് വേറെ പല മാർഗങ്ങളും നമുക്കുണ്ട്. അത് ഫുള്ള് ഇതിങ്ങനെ അടച്ചിട്ട് പഴയതുപോലെ ഒരു ബന്ധിൻ്റെ ഒരു ഇതിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് മാത്രമല്ല മൊത്തത്തിൽ രാജ്യത്തിന് തന്നെ ഒരു നഷ്ടം എന്ന അത്രയും നാളത്തെ ഒരു ബിസിനസ് ഇല്ലാതാവുന്നു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇതൊരു മാറ്റം ഉണ്ടാവണ്ടല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവണ്ടല്ലേ? വ്യക്തിപരമായിട്ട് ഈ ഹർത്താലിനെതിരെ നാളെ കട തുറന്നു കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാവില്ലേ? തീർച്ചയായും. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ എന്താ പറയുക ബിസിനസ് എന്ന് പറയുന്നൊരു കൂട്ടായ്മയൊക്കെ ആണല്ലോ. അതിനകത്ത് നമ്മൾ മാത്രം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ ഇനിയുള്ളൊരു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പലരും ഇതിനകത്തേക്ക് കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം മാറ്റി നിൽക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങളൊന്ന് മാറിയതല്ലേ എന്ന് ചോദിക്കുമോ എന്നുള്ളൊരു ഭയവും കൂടി ഉണ്ടാവാം. ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് വളരെ നിസ്സഹായതയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ഇതെന്തിനാണ് നാളെ ഇവർ കട പൂട്ടാൻ പറയുന്നത് എന്ന് പലർക്കും അറിയില്ല. വ്യാപാരികളെല്ലാം ആകാശത്തേക്ക് നോക്കുകയാണ്. എന്തിനാണ് നാളെ നാളെ പണിമുടക്ക് എന്തിനാണ്? ആ പണിമുടക്ക് കൊണ്ട് ഇവർക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. കാരണം ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നുള്ളത് തന്നെയാണ് വ്യാപാരികളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. പലരും കട അടച്ചു കഴിഞ്ഞു. ഭയം കൊണ്ട് തന്നെയാണ് നാളെ ആരും കട തുറക്കാത്തത്. അതാണ് മിഥുൻ പറയേണ്ടത്. ഭയം മാത്രം കൊണ്ടാണ് ഇത്തരത്തിൽ പണിമുടക്കുമായി സഹകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം പോലും ഈ കട ഉടമകൾക്കൊന്നും അറിയില്ല. ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കാൻ പോകുകയാണ്. കേരളത്തിൽ ഹർത്താലിന് സമാനമായ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.